പ്രശസ്ത ചലച്ചിത്ര താരം കുടശനാട് കനകമാണ് നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം മാഡം. നാടകത്തിലൂടെയാണ് അഭിനയ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു കലാകാരി എന്നുള്ള നിലയിൽ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? റിപ്പോർട്ടർ ചാനലിനും പ്രേക്ഷകർക്കും സ്നേഹവന്ദനം. നാടകം 8ാം സ്റ്റാൻഡേർഡ് ഞാൻ പഠിക്കുമ്പോൾ കൊട്ടിയം സംഘം തിയേറ്റേഴ്സിൻ്റെ രാമായണത്തിലെ സീത എന്ന നാടകത്തിലെ ഒരു നടി സ്ലിപ്പ് ചെയ്തപ്പോൾ പകരക്കാരിയായിട്ട് പോയതാണ്. പിന്നെ കണ്ടിന്യൂ ഞാൻ അവരുടെ നാടകത്തിൽ കളിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പ്രൊഫഷണൽ നാടകത്തിൻ്റെ തുടക്കം. എപ്പോഴും നമുക്ക് മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കലയുണ്ടെങ്കിൽ അത് നാടകമായാലും സിനിമയായാലും നമ്മളുടെ നാടകത്തിൽ ഇന്നയാൾ വേണം അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഇന്നയാൾ വേണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആളുകൾ സമീപിക്കുമോ? എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഒരു കഥാപാത്രം ചെയ്യാൻ ആപ്റ്റായ, കാരണം ഈ ഫിഗർ കൊണ്ട് ഒരു ക്യാരക്ടർ ചെയ്യാൻ പകുതി വിജയം ഫിഗറിലാണ്, ബാക്കി മാത്രമേ ഉള്ളൂ പിന്നെ പകുതി ആ സെലക്ഷനിലാണ്. അപ്പോൾ ആ തേടി ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റും എന്നവർ കണ്ടിട്ടാണ് വിളിക്കുന്നത്. എങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്, തോപ്പിൽ ബാസി സാർ പോലും അമ്മയുടെ വീട്ടിലേക്ക് വന്ന് മാതാപിതാക്കളെ കണ്ട് തൻ്റെ നാടകത്തിൽ അഭിനയിക്കാൻ വിടണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനർത്ഥം നമുക്ക് കഴിവുണ്ടെന്ന് പ്രഗത്ഭർ മനസ്സിലാക്കുകയും നമ്മളെ തേടി അവർ വരികയും ചെയ്യുകയാണ്. അങ്ങനെയായിരുന്നോ നാടകത്തിൽ? തീർച്ചയായിട്ടും. നാടകത്തിൽ നൃത്തം ചെയ്യാൻ കഴിവുള്ള ഒരു ആർട്ടിസ്റ്റിനെ വേണമെന്നും പറഞ്ഞ് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള അഡ്വക്കേറ്റ്, ഹൈക്കോർട്ടിലെ അഡ്വക്കേറ്റാണ് ശശിസാറ്. ഞങ്ങളെല്ലാം കൂടെ ഈ ടീം ഇവിടെ നാടകം കളിക്കുമ്പോൾ ഒരു നടി ആണ് പെൺവേഷം കെട്ടിയത്, ഞാൻ മാത്രം ഒറിജിനൽ. അപ്പോൾ ആ നാടകം കളിച്ചു, വളരെ വിജയമായിരുന്നു എൻ്റെ നാടകത്തിൻ്റെ കഥാപാത്രം. പിന്നെ അങ്ങ് തുരുതുരാന്ന് നാടകത്തിൽ വിളിക്കാൻ വരുക. കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള നാടക ട്രൂപ്പുകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. 7 വർഷം വരെയൊക്കെ തുടർച്ചയായി ഒരു സമിതിക്ക് വേണ്ടി നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും സിനിമയിലേക്ക് വരണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ? തീർച്ചയായിട്ടും. സിനിമ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. എനിക്കൊരു കഥാപാത്രം തരുമോ എന്ന് നേരിട്ട് വിളിച്ച് ചോദിച്ച ഫേമസ് സംവിധായകന്മാരുണ്ട്. പക്ഷെ അവർക്കൊന്നും എന്നിലെ എൻ്റെ ആഗ്രഹം എന്താണ്, ഞാൻ സിനിമ മോഹിയല്ല, എൻ്റെ ജീവിതം മാർഗമാണ് കല. മിക്ക കഥാപാത്രങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്, ഇഷ്ടം പോലെ. ഞാൻ എടുക്കാത്ത ക്യാരക്ടേഴ്സില്ല. നാടകം, 1/2 നൂറ്റാണ്ട് നാടകം കളിക്കുക എന്ന് പറയുന്നത്, ഒരു വർഷം ഒരു 10 കഥാപാത്രമെങ്കിലും ആ കളരി നാടകം പഠിക്കുമ്പോൾ മിടുക്കുള്ള കലാകാർ അവർക്ക് കൊടുക്കുന്ന ക്യാരക്ടർ മാത്രമല്ല പഠിക്കുന്നത്, മറ്റ് ക്യാരക്ടറും ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അങ്ങനെ ഒരാളാണ്. എല്ലാ ക്യാരക്ടറും അതുകൊണ്ട് എനിക്ക് സംവിധായകൻ പറഞ്ഞു കൊടുക്കുന്ന തെറ്റ് തിരുത്തി കൊടുക്കുമ്പോഴൊക്കെ ഞാനും അത് ഉൾക്കൊള്ളും. അതുകൊണ്ട് എനിക്ക് എല്ലാ ക്യാരക്ടറും ചെയ്യാൻ പറ്റും. അതുപോലെ സെൽഫ് കോൺഫിഡൻസ്, എനിക്ക് എല്ലാ ക്യാരക്ടറും പറ്റും. നാടകത്തിൽ നമുക്ക് കുറേ നാളുകൾ അഭിനയിക്കുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണല്ലോ പ്രൊഫഷണൽ നാടകത്തിൽ ആദ്യം നായികയായി അഭിനയിച്ചത്. എല്ലാ നാടകങ്ങളിലും നായിക കഥാപാത്രം മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഒരു ഉപകഥാപാത്രത്തിലേക്ക് ഇതുവരെ പോയിട്ടില്ല. അങ്ങനെയല്ലേ? 14 വയസ്സിൽ ജ്വലന നാടകത്തിലെ അമ്മ കഥാപാത്രം, അത് നൂറിനാട് സത്യനാണ് ആ ഒറ്റ നാടകം സംവിധാനം ചെയ്ത്. എനിക്കൊരു പുസ്തകം തന്നു, ഇവിടെ കൊണ്ടുവന്ന് അത് വായിച്ചു, എല്ലാം ചെയ്തു. ഷഷ്ടിപൂർത്തി, എനിക്ക് 14 വയസ്സേ ഉള്ളൂ. ആളിച്ചിരി പുഷ്ടി ഉള്ളതുകൊണ്ട് അമ്മയാകാം. അപ്പോഴേ ഞാൻ അവിടെ ചെന്ന് പഠിച്ചേച്ച് അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴി ഇവിടെ എല്ലാവരും ഇങ്ങനെ നിൽപ്പുണ്ട്. നിന്ന് കഴിഞ്ഞിട്ട് നരേന്ദ്രൻ എവിടെ? ആ അമ്മ കഥാപാത്രത്തിലേക്ക് അന്ന് ശബ്ദിച്ച ആ ശബ്ദം തന്നെയാണ് ഇപ്പോഴും ഞാൻ. നരേന്ദ്രൻ എവിടെ? ആ അമ്മ സത്യം പറഞ്ഞു, ഹായ് ചെയ്തോ, ഇത് തന്നെ, ഇത് പിടിച്ചോ, അങ്ങോട്ട് പോട്ടെ, ഞാനൊന്നും പറഞ്ഞു തരത്തില്ല. അതങ്ങനെ നല്ല പ്രൊഫഷണൽ ട്രൂപ്പിലെ സംവിധായകന്മാർക്കും ഞാൻ എഴുതിയെടുത്തിട്ട് ഞാൻ ആ ഒരു കഥാപാത്രത്തിന് രൂപം കൊടുത്ത് പ്രസൻറ്റ് ചെയ്യുമ്പം അവർക്ക് നല്ല മതിപ്പാണ്. വക്കൻ ഷക്കീർ സാറ്, കേരളപുരം കലാംബായി, അങ്ങനെ വില്യം ഡിക്രൂസ് സാറ്, എല്ലാം ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തോട് അവർക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ ചെയ്യും എന്നുള്ള ഒരു മതിപ്പ് അവരുടെ മനസ്സിലുമുണ്ട്. ഈ നാടകത്തിൽ നമ്മൾ ഓരോ കാലഘട്ടത്തിൽ കഥാപാത്രങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു. ആ സമയത്ത് നായിക അഭിനയിക്കുന്ന സമയത്ത് തന്നെ സിനിമയിലേക്ക് ഒരു നായികയായി പോകണം എന്ന് ആഗ്രഹിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ? തീർച്ചയായിട്ടും. റാണി ചന്ദ്ര മരിക്കുന്ന വർഷം
ഞാൻ അത് തിരുവല്ല ബാബു സാറാണെന്ന് തോന്നുന്നു അതിൻ്റെ ഡയറക്ടർ. അടൂർ ഭവൻ ചേച്ചി, അടൂർ പങ്കജ് ചേച്ചി, ഞാൻ SSLC പാസ്സായി ചെല്ലുന്ന ടീമാണ്. അടൂർ പങ്കജ് ചേച്ചി, അടൂർ ഭവൻ ചേച്ചി, MS തൃപ്പൂണിത്തറ, തിക്കുറി സാറ്, ഓംചേരി, നല്ല ഭയങ്കര ടീമാണ് അവിടെ. അപ്പോഴെൻ്റെ ആഗ്രഹം ചേച്ചി പാൻ ചേച്ചി പറഞ്ഞു, മോളെ റാണി ചന്ദ്രയുടെ ക്ലാസ്മേറ്റായിട്ട് മോക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോകാനിരുന്നപ്പോഴാണ് റാണി ചന്ദ്രയുടെ പ്ലെയിൻ കത്തി മരിക്കുന്നത്. അത് എൻ്റെ ഭാഗ്യമില്ല, അവിടെ വെച്ച് തീർന്നു. പിന്നെ അങ്ങനെ സിനിമയ്ക്ക് പോകണം എന്നുള്ള ഒരാഗ്രഹമില്ല. അപ്പോഴത്തേക്ക് ഓരോ വർഷവും സിനിമയ്ക്ക് ഇടയ്ക്ക് ഓരോരുത്തർ വിളിക്കുമ്പോഴൊക്കെ നാടകത്തിൽ നമ്മൾ എഗ്രിമെൻ്റാണ്, അവരെ നമ്മൾ ഒരിക്കലും വഞ്ചിക്കാൻ പാടില്ല. സാമ്പത്തികം നോക്കി പെട്ടെന്ന് ചാടിപ്പോകുന്ന ഒരു പ്രവണത ശരിയല്ല. അതായത് നാടകത്തിൽ നമ്മളുടെ മികച്ച പ്രകടനം കണ്ട് സിനിമയിലും അഭിനയിപ്പിക്കണം എന്ന് ചില സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ നാടകത്തിലെ ഈ കരാർ മൂലം നമുക്ക് ആ അവസരം സ്വീകരിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ്. തീർച്ചയായിട്ടും ഓരോ നാടകത്തിൻ്റെ എഗ്രിമെൻ്റ് ഒരു വർഷത്തേക്കാണല്ലോ. അപ്പോഴതിനിടയ്ക്ക് വെച്ച് ഇനിയും എത്ര സാമ്പത്തികത്തിൽ നമ്മളെ വിളിക്കാൻ വന്നാലും സാമ്പത്തികമല്ല, നമ്മുടെ വാക്ക്, ഞാൻ എടുക്കുന്ന കഥാപാത്രം ഞാൻ എന്തായാലും അതിനോട് നീതി പുലർത്തും, ഭംഗിയായിട്ട് ചെയ്യും. ആ പകരത്തിനൊരാളെ ഞാൻ പോയി കഴിയുമ്പോൾ അവരുടെ മനസ്സിൻ്റെ വേദന, ആ ഒരു ആർട്ടിസ്റ്റിനെ തേടി അവർ നടക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. നമുക്ക് ശാപമാണത്. ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഒരു വണ്ടി എന്നെ പ്രതി നാടകം കളിക്കാതിരുന്നിട്ടില്ല.